തൻ്റെ 4 മക്കളെക്കുറിച്ച് പറയുമ്പോഴും അഭിമാനത്തോടെ എപ്പോഴും പ്രേക്ഷകരുടെ മുന്നിലെത്തി സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കൃഷ്ണകുമാർ. ഇപ്പോഴിതാ കൃഷ്ണകുമാർ തൻ്റെ ഏറ്റവും ഇളയ മകളായ ഹൻസികയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ യാതൊരു പ്രശ്നവും ഉണ്ടാക്കാത്ത വ്യക്തിയാണ് ഹൻസിക. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നത്തിലോ വഴക്കിലോ ആണെങ്കിൽ ഹൻസിക വന്നെന്തെങ്കിലും സംസാരിച്ചാൽ അത് അപ്പോൾ തന്നെ തീരും. അതിപ്പോൾ ഓസി ആണെങ്കിലും അമ്മു ആണെങ്കിലും എല്ലാവർക്കും ഹൻസികയോട് അത്രമാത്രം താല്പര്യമാണ്. ഇപ്പോൾ ഞാനും സിന്ധുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പോലും കുട്ടികളിൽ ആരിടപെട്ടാലും അത് വഷളാകും. എന്നാൽ ഞങ്ങളുടെ സ്നേഹത്തോടെയുള്ള കരുതലിൽ ഹൻസിക വന്നെന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ തന്നെ മിണ്ടും. ഞങ്ങളുടെ പ്രശ്നങ്ങൾ അപ്പോൾ അവസാനിക്കും. അതാണ് ഹൻസികയുടെ ഒരു പ്രത്യേകത. അവൾ അടിപൊളിയാണ്. അവൾ ഞങ്ങളെ പേരൊക്കെ വിളിക്കാറുണ്ട്. കൃഷ്ണകുമാർ എന്ന് പറയും, സിന്ധു എന്ന് പറയും. 10, 37, 30 വയസ്സോളം തന്നെ ഞങ്ങളും അവളും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഇരിക്കും തോറും തന്നെ അവൾക്ക് ആ സ്നേഹം കൂടുക തന്നെ ചെയ്യും. ആരുമായും പ്രശ്നമുണ്ടാക്കാത്തൊരു കുട്ടിയാണ്. ആരുമായും എന്ന് പറഞ്ഞാൽ അവൾ സുഹൃത്തുക്കളുമായിട്ട് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. വീട്ടിൽ ഞങ്ങളോടൊപ്പമേ ഉണ്ടാക്കാറില്ല. പിന്നെ എങ്ങനെയാണ് സുഹൃത്തുക്കളോട് ഉണ്ടാക്കുന്നത്? ഞങ്ങൾക്കത് വിശ്വസിക്കാനും പറ്റില്ല. അവൾ അങ്ങനത്തെ ഒരു കുട്ടിയാണ്. ആരോടും പ്രശ്നമുണ്ടാക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ മക്കളെല്ലാം ഇപ്പോൾ വളർന്നു. കുറച്ചധികം നാളുകളായി തന്നെ എനിക്ക് അവരെ വഴക്ക് പറയേണ്ടതായിട്ടോ അല്ലെങ്കിൽ അടിക്കേണ്ടതായിട്ടോ ശാസിക്കേണ്ടതായിട്ടോ ഒന്നും അവർ ഉണ്ടാക്കാറില്ല. അവർ വളരെയധികം മെച്യൂർഡായിട്ടാണ് പെരുമാറുന്നത്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. എൻ്റെ മക്കളെല്ലാം ഇത്രയും വളർന്നല്ലോ എന്നാണ് പിന്നീട് ഞാൻ ആലോചിക്കുക. പണ്ട് ഞാൻ ഇവരെ ഒക്കെ അടിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കരുതും അമ്മുവിനെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മുവും ഓസിയുമാണ് ഒരുപാട് തല്ല് വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ഇഷാനെ ഹൻസികയൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരെല്ലാവരും വളർന്നു, വലിയ കുട്ടികളായി. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വല്ലാത്ത മാറ്റത്തിലാണ് കടന്നു പോകുന്നത്. ഓരോ തവണയും അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ് എന്ന് കൃഷ്ണകുമാർ പറയുന്നതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എല്ലാവരുടെയും വീട്ടിലുള്ളതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ കരുതും പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ നല്ല രീതിയിൽ പോകുന്നുവെന്ന്. നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മോശം രീതിയാണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. നമ്മളതിനെ ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് എന്തുമാത്രം അത് ചെയ്യാൻ സാധിക്കുമോ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാതെ മറ്റൊന്നും ഇതിൽ നമുക്ക് ചെയ്യാനില്ല. കുടുംബമാകുമ്പോൾ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അത് സാധാരണ രീതിയിൽ തന്നെ അങ്ങനെ പോകും. അതാണ് എല്ലായിടത്തും വേണ്ടത്. അതാണ് എല്ലായിടത്തും നടക്കേണ്ടതും. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് മുൻപോട്ട് പോകാൻ സഹായിക്കും എന്നതുകൂടി എല്ലാവരും പറയുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലും അത്തരത്തിൽ തന്നെയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, വാക്കുതർക്കങ്ങളുണ്ടാകും. എന്നാലും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. അത് നിങ്ങൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുള്ളതല്ലേ എന്ന് കൃഷ്ണകുമാർ എടുത്തു ചോദിക്കുന്നുണ്ട്. അതേ എന്ന അവതാരികയും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.